എന്നെടുക്കോ മമ്മി? മോനെ ഇതുണ്ടല്ലോ, ഇന്നലെ മിനിയാൻറ്റി വന്നപ്പോൾ ചോദിച്ചേ എന്താ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇതൊന്നും എടുത്തു വെക്കാറായില്ലേന്ന്. ഭയങ്കര സങ്കടമായത്. ഞാൻ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചാൽ മോശമാണോ? ഞാൻ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല മോനെ. എന്നറിയാമോ, ഞങ്ങളില്ലേ ചെറുപ്പത്തില് ഈ സ്നേക്ക് പ്ലാന്റ് ഇല്ലേ, സ്നേക്ക് പ്ലാന്റിൽ മുട്ടത്തോട് ഇങ്ങനെ വെക്കുമായിരുന്നു. മുട്ടത്തോട് ഇങ്ങനെ നിറച്ച് വെക്കും സ്നേക്ക് പ്ലാന്റിൽ. അതിലിങ്ങനെ കളറൊക്കെ തേക്കും കേട്ടോ മുട്ടത്തോടിൽ. എന്നിട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ അറ്റം മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്നേക്ക് പ്ലാന്റിൻ്റെ അറിയാം. അവിടോട്ട് ഇങ്ങനെ നന്നായിട്ട് വെക്കുമായിരുന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചത്. എനിക്കിപ്പോൾ എടുത്ത് വെക്കാനും മനസ്സ് ചെയ്തില്ല. മോശമാണോ വെച്ചാൽ? ഞാൻ ഈ ലൈറ്റ് മാത്രം അങ്ങ് ഊരിയിട്ട്, ലൈറ്റ് മാത്രം, ഇനി ലൈറ്റ് വേണ്ടല്ലോ, ലൈറ്റ് മാത്രം അങ്ങ് ഊരിയിട്ട് ഇവനെ മാത്രം വെച്ചാൽ ഞാൻ ശരിക്കും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്തതാണ്. പക്ഷേ ഉണ്ടല്ലോ, എന്തായാലും ഞാൻ 31st വരെ ഇങ്ങനെ തന്നെ. അയ്യോ കണ്ടോ, വീണ് തുടങ്ങി. 31st വരെ എന്തായാലും ഞാൻ ഇവരെ അങ്ങ്, മുള്ള് നല്ലോണം ഉണ്ട് കേട്ടോ. പക്ഷെ അമ്മ ഇതുണ്ട്, ഈ മുള്ളൊക്കെ പോയി. അഞ്ചരായ അമ്മ ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ട്, ഇതെല്ലാം മുള്ള് നന്നായിട്ട് ഇരിക്കുക. ഇവരെ വെക്കാതെ അമ്മയ്ക്കിത് വീടിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റൂല. കുഞ്ഞു പിള്ളേർക്ക് വരുന്നല്ലോ, വല്ല മുള്ളും കൊണ്ടെങ്കിലേ എല്ലാം മാറ്റി വെക്കേണ്ടി വരും. എന്തായാലും 31st വരെ ഇങ്ങനെ വെച്ചാലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ലൈറ്റ് മാത്രം എടുത്ത് മാറ്റിയിട്ട്. ഇതുണ്ട് മോനെ, ഇവരുടെ സൈഡിലും മുള്ളുണ്ട്. അതിനകത്തെ രസം എന്നാണെന്നറിയാവോ? പ്രിൻസി ആൻറ്റി ചോദിക്കുകയാണേ, ഇതെന്താ ക്രിസ്മസ് മുള്ളോന്ന്, ക്രിസ്മസ് ട്രീക്ക് വരെ ചോദിച്ചാൽ ക്രിസ്മസ് മുള്ളോന്ന്. അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് ചെടിയോ എന്ന് ചോദിച്ചാലും വേണ്ടല്ലോ, ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ക്രിസ്മസ് ചെടിയാണെന്ന് ചോദിച്ചാലും വേണ്ട. ഇതെന്താ ജിജി ആൻറ്റി ക്രിസ്മസ് മുള്ളോ? ഇവിടെ കണ്ടൊക്കെ മുള്ള് കണ്ടു. ഇതിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചോട്ടിലെങ്ങാണ്ട് മുള്ള് കണ്ടോണ്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മുള്ളിച്ചെടിയല്ലേ മുള്ളായിരുന്നു പറഞ്ഞു. നല്ല രസമായിരുന്നു പക്ഷേ അല്ലേ.